ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകങ്ങൾ ഞാൻ വായിക്കാം. ഗുരുക്കന്മാരെ പാദപൂജ ചെയ്യുന്നത് സനാതനധർമ്മമാണെന്നും അത് നല്ലതല്ലേ എന്നും പറഞ്ഞുകൊണ്ടുള്ള സംഘീയ ഗീർവാണങ്ങൾ കേട്ടപ്പോഴാണ് കഥയിലെ ആ പഴയ ഗുരുവിനെ ഓർത്തത്. കേട്ടുകാണും, ചങ്ങായിയുടെ പേര് ദ്രോണൻ എന്നാണ്. ഇപ്പറഞ്ഞ ധർമ്മം ഉപ്പിലിട്ട് വച്ച ഒരു കിതാബിലെ ഏറ്റവും വലിയ ഗുരുവാണ് കക്ഷി. സനാതനികൾക്കിടയിൽ അതിനേക്കാൾ വലിയ ഗുരുവിനെ മഷീട്ട് നോക്കിയാലും കണ്ടുകിട്ടില്ല. ജാതിയിൽ താഴെയായ ഏകലവ്യൻ എന്നൊരു കാട്ടുമകനെ പുള്ളിക്കാരനെന്ന ക്ലാസ്സിലേക്ക് കയറ്റിയില്ല. കാടിൻ്റെ ഉശിര് നിറഞ്ഞ ചെറുക്കനാവട്ടെ ഗുരുവിൻ്റെ പാഠങ്ങൾ ഒളിഞ്ഞെന്ന് പഠിച്ച് രാജകുമാരനേക്കാൾ കേമനായി. അപ്പോൾ എന്തു പറഞ്ഞു ഗുരു? വാടാ മോനെ വന്ന് ആചാര്യൻ്റെ പാദം പൊതിച്ച് കേമനാവെന്നാണോ? അല്ല പിന്നെയോ, അമ്പയ്യാൻ ആവശ്യം വേണ്ട പെരുവിരൽ ദക്ഷിണയായി ചോദിച്ചു വാങ്ങി. അങ്ങനെ അയാളുടെ കൂമ്പൊടിച്ചു വിട്ടു. ഇതാണ് ആർഷഭാരതത്തിലെ സനാതനം. ഇതൊരു സാമ്പിൾ. അങ്ങനെ എത്രയെത്ര. അതുകൊണ്ട് പഠിക്കാൻ സ്കൂളിൽ വന്ന പാവം പിടിച്ച കുട്ടികളെ കൊണ്ട് അവർക്ക് പരിചയം പോലുമില്ലാത്ത ആരുടെയോ കാൽ കഴുകിക്കുന്ന ചെളുക്കത്തരത്തെ അതിനേക്കാൾ വലിയ സനാതന ഫ്രോഡിസം കൊണ്ട് മറികടക്കാൻ നോക്കല്ലേ പുന്നാര സംഖ്യകളെ. ഇത് കെ ജയദേവൻ എന്ന വ്യക്തി 13/7/2025 സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണെന്നാണ്. ഇതിൽ വാക്ചലമുണ്ട്, സാമാന്യച്ഛലമുണ്ട്. ഒന്നാമത്തെ അർത്ഥം, ഈ ഗുരു, ശിഷ്യൻ, അധ്യാപകൻ, വിദ്യാർത്ഥി, ആചാര്യൻ എന്നിവരുടെ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സനാതനധർമ്മത്തെ ആണല്ലോ ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. സനാതനധർമ്മം ഇവയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ട് വിമർശനാകാം. അല്ലാതെ തനിക്ക് ഗോളടിക്കാൻ പറ്റിയ പോസ്റ്റിലേക്ക് ഇവയെ കൊണ്ടുവന്നിട്ട് ആക്രമിക്കുന്നതിനെയാണ് സ്ട്രോമാൻ ഫാലസി, ദുർവ്യാഖ്യാന തന്ത്രം എന്ന് പറയുന്നത്. ഗുരു എന്ന പദത്തിൻ്റെ അർത്ഥം ആദ്യം പറയാം. ഒന്ന്, പരാവിദ്യ എന്ന് പറയുന്ന അധ്യാത്മിക വിദ്യ പഠിപ്പിക്കുന്ന ആളെയാണ് ഗുരു എന്ന് വിളിച്ചിരുന്നത്. അപരാവിദ്യ എന്ന് പറയുന്ന ലൗകിക വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്നവരെ അധ്യാപകർ, ഉപാധ്യായർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ പരാവിദ്യയോ അല്ലെ പരാവിദ്യയോടൊപ്പം അപരാവിദ്യ ഒരുമിച്ച് പഠിപ്പിക്കുന്നവരും ഗുരുക്കന്മാരായിട്ട് നമ്മൾ പരിഗണിച്ചിരുന്നു. പണ്ടത്തെ ഗുരുകുലങ്ങളിൽ അധ്യാത്മവിദ്യയും പരാവിദ്യ എന്ന അധ്യാത്മവിദ്യയും അപരാവിദ്യ എന്ന മറ്റു വിജ്ഞാനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന പദമാണ് അപരാവിദ്യ. ഇതെല്ലാം ഒരുമിച്ച് പഠിച്ചിരുന്നു. ഇത് രണ്ടും ഒരുപോലെ പഠിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു പണ്ടത്തെ ഗുരുകുലങ്ങൾ. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ബ്രഹ്മചാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമാന്യമായ അർത്ഥത്തിൽ നാട്ടുനടപ്പനുസരിച്ച് അധ്യാപകരെ ഗുരുക്കന്മാരെന്ന് പറയാറുണ്ട്. പക്ഷെ സനാതനധർമ്മത്തിൻ്റെ ദാർശനിക അർത്ഥത്തിൽ ഗുരു എന്ന് പറയുന്നത് പരാവിദ്യ മാത്രമോ പരാവിദ്യയും അപരാവിദ്യയും ഒരുമിച്ചോ പഠിപ്പിക്കുന്ന അധ്യാപകരെ മാത്രമാണ്. അപ്പോൾ ധനുർവേദം പഠിപ്പിച്ച ദ്രോണാചാര്യർ സനാതനധർമ്മ ഭാഷയിൽ പറഞ്ഞാൽ അധ്യാപകൻ മാത്രമാണ്. പക്ഷെ അദ്ദേഹം ഗുരുജനമാണ്. ഗുരുജനം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കേണ്ടവർ, ആദരവ് പുലർത്തേണ്ടവർ എന്നാണ് അർത്ഥം. അപ്പോൾ ഗുരു, ഗുരുജനം എന്നീ പദങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കണം. ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? അധ്യാത്മവിദ്യയെ നൽകുന്നയാൾ. അധ്യാത്മവിദ്യയും അപരാവിദ്യയും ഒരുപോലെ നൽകുന്നയാൾ, അവരാണ് ഗുരുക്കന്മാർ. പക്ഷെ അപരാവിദ്യ പഠിപ്പിക്കുന്നവർ ഗുരുക്കന്മാരല്ലെങ്കിൽ ഗുരുജനമാണ്. ഗുരുജനം എന്ന് പറഞ്ഞാൽ അധ്യാപകന്മാരോ ഗുരുക്കന്മാരോ മാത്രമല്ല വരിക. നമ്മുടെ അച്ഛനും അമ്മയും അതിൽ വരും, ഈശ്വരൻ വരും, പരമേശ്വരൻ വരും, ഗുരുക്കന്മാർ വരും, സനാതനധർമ്മം എന്ന ദിവ്യശാസ്ത്രം വരും, മഹാത്മാക്കൾ വരും, വിജ്ഞാനങ്ങൾ വരും, അധ്യാപകർ വരും, അച്ഛൻ, അമ്മ, നമ്മളെ സഹായിച്ചവർ, സംരക്ഷിച്ചവർ, നമ്മൾ വണങ്ങേണ്ട എല്ലാവരും വരും. ഗുരുജനങ്ങളെ പഞ്ചശക്തികൾ എന്നാണ് വിളിക്കാറുള്ളത്. ഈ പഞ്ചശക്തികളോട് നമുക്ക് ഋണമുണ്ടെന്നാണ് പഞ്ചമഹാഋണങ്ങൾ സൂചിപ്പിക്കുന്നത്. അവരോടുള്ള കടം യജ്ഞരീതിയിൽ, കർമ്മയോഗ രീതിയിൽ വീട്ടുന്നതിനെയാണ് പഞ്ചമഹായജ്ഞങ്ങളെന്ന് വിളിക്കുന്നത്. നമ്മളെക്കാൾ മുതിർന്നവരെ പോലും ഗുരുജനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സാധാരണ മുതിർന്നവരോടുള്ള ബഹുമാനമൊക്കെ നമ്മൾ പഠിപ്പിച്ച ആളാകണമെന്നില്ല. ഇത് മുതിർന്നവരോട് കാട്ടുന്ന ബഹുമാനം പോലും ഗുരുജനങ്ങളോടുള്ള ബഹുമാനമായിട്ട് കണക്കാക്കാറുണ്ട്. നമ്മളുടെ ശാസ്ത്രങ്ങളിൽ ആചാര്യന്മാരും ഗുരുക്കന്മാരും എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവരോടൊക്കെ ആദരവ് പുലർത്തണം എന്നാണ്. അവരുടെ ത്യാഗങ്ങൾ, അറിവ്, അവരുടെ പുണ്യങ്ങളൊക്കെ നമ്മുടെ ജനതയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഗുണങ്ങളായിട്ട് വാൽമീകി രാമായണവും വ്യാസമഹാഭാരതവും ഒക്കെ കൃതജ്ഞത എന്ന
ഒരു ഗുണത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കും. ഏറ്റവും വലിയ ഗുണമായിട്ട് ആദ്യം പറഞ്ഞത് ധർമ്മജ്ഞനായിരിക്കുക, ധർമാധർമ്മങ്ങളെക്കുറിച്ച് അറിവുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് കൃതജ്ഞനായിരിക്കുക എന്നാണ്. നമുക്ക് കിട്ടിയ ഉപകാരങ്ങളോട്, നമുക്ക് കിട്ടിയ അറിവ്, നമുക്ക് കിട്ടിയ സേവനങ്ങളോട് നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനു തന്നെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അപ്പോൾ അങ്ങനെ കുട്ടികൾ അവർക്ക് കിട്ടിയ അറിവിന് ഒരു നന്ദി പ്രകടിപ്പിക്കാനായിട്ട് ഗുരുക്കന്മാരെയാകെ, അധ്യാപകന്മാരെയാകെ, ഗുരുജനങ്ങളെയാകെ ആദരിക്കുന്നൊരു ദിവസത്തിൽ ഒരു ചടങ്ങ് നടത്തിയതിനെ എങ്ങനെയാണ് നമുക്ക് കുറ്റപ്പെടുത്താനാവുക? അധ്യാപികമാരെയും അധ്യാപകന്മാരെയും ഖരാവോ ചെയ്യുക, അവർക്ക് ശവമഞ്ചമൊരുക്കുക, റീത്തൊരുക്കുക, അവർ നമ്മൾ കത്തിക്കുമെന്ന് പറയുന്ന ചില വിദ്യാർത്ഥികളുടെ മാതൃകയാണോ, ഇവരെ ആദരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതൃകയാണോ സമൂഹത്തിന് നല്ലത് എന്ന് ചിന്തിക്കുക. ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ ഗുരുവിനെ എങ്ങനെ പാദപൂജ ചെയ്താൽ, ഒരു അധ്യാപകനെ പാദപൂജ ചെയ്താൽ ഒരാളുടെ സ്വാഭിമാനം നഷ്ടപ്പെടുമെന്നൊക്കെയാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. സ്വാഭിമാനം കൂടുകയേ ചെയ്യൂ. നമുക്ക് കിട്ടിയ ഉപകാരങ്ങളോട് നന്ദിയുള്ളവനാകുക കൊണ്ട് നമുക്ക് തന്നെ ഇന്നർ മൈൻഡ് സപ്പോർട്ട് കിട്ടുകയും ചെയ്യൂ എന്നുള്ളതാണ് സത്യം. ഇനി ദ്രോണരെക്കുറിച്ച് ഈ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പറയാം. ദ്രോണരെ മാത്രം എടുത്ത് ലക്ഷക്കണക്കിന് ഗുരുക്കന്മാരെ മുഴുവൻ, ദ്രോണർ എന്ന അധ്യാപകനെ മാത്രം എടുത്ത് ലക്ഷക്കണക്കിന് അധ്യാപകരെയും ഗുരുക്കന്മാരെയെല്ലാം അപമാനിക്കുക എന്നതാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതേത് ഛലത്തിൽ വരും? സാമാന്യ ഛലം. അപ്പോൾ വാക്ചലത്തിലും വരും. കാരണം ഗുരു എന്ന പദത്തിന് അർത്ഥം മനസ്സിലായിട്ടില്ല ഇവർക്ക്. അതുപോലെ തന്നെ ഒരാളുടെ ഒരു പ്രവൃത്തി എടുത്ത് മൊത്തത്തിൽ അധിക്ഷേപിക്കുകയാണ്. അത് സാമാന്യ ഛലമാണ് വരിക. ജീവിതം തന്നെ ഒരു തപസ്സാക്കി മാറ്റി രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വൈജ്ഞാനിക ഗവേഷണത്തിൽ ജീവിതം തന്നെ നൽകി ശിഷ്യരെ അതെല്ലാം പഠിപ്പിച്ച ലക്ഷക്കണക്കിന് ഗുരുക്കന്മാരെ ഒന്നും കണ്ടില്ല അവർ. ശ്രീരാമചന്ദ്രനാക്കിയ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യർ തുടങ്ങിയവരെ ഈ പോസ്റ്റുകാരൻ കണ്ടില്ല. ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണ ഭഗവാനാക്കിയ സാന്ദീപനി, ഉപമന്യു തുടങ്ങിയ മഹർഷിമാരെക്കുറിച്ചും അദ്ദേഹം കണ്ടില്ല. വ്യാസപൂർണിമയാണ് ഗുരുപൂജയായിട്ട് നമ്മളെല്ലാവരും ആചരിക്കാറുള്ളത്. വേദവ്യാസനെ കണ്ടിട്ടില്ല അയാൾ. അത്രി മഹർഷി, ആത്രേയ ദുർവാസസ്, ദത്താത്രേയൻ, സോമാത്രേയൻ, അങ്ങനെ ലക്ഷക്കണക്കിന് ഗുരുക്കന്മാരെ പറ്റി ഒന്നും പറയുന്നില്ല. ഒരു അധ്യാപകനെ എടുത്ത് അധ്യാപകരെയും ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും അപമാനിക്കുക എന്നുള്ള സാമാന്യ ഛലതന്ത്രം, വാക്ഛല കുതന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത്. അറിഞ്ഞോ അറിയാതെ പോസ്റ്റ് ഇട്ടയാൾ. ഇതാണ് ഒന്നാമത്തെ പാലസി. രണ്ടാമത്, ദ്രോണാചാര്യരെ മാതൃകയാക്കാൻ മഹാഭാരതമോ സനാതനധർമ്മമോ പറഞ്ഞു എന്ന രീതിയിലാണ് അവതരണം. ദ്രോണാചാര്യരെ ഒരു മാതൃകാ പുരുഷനാക്കി ഒരിക്കലും മഹാഭാരതം പറയുന്നില്ല. ദ്രോണാചാര്യരെ എതിർപക്ഷത്ത് കണ്ടപ്പോൾ മനമിടറിയ അർജുനനോട് നീ ശോചിക്കേണ്ടാത്തവരെക്കുറിച്ച് ശോചിക്കരുതെന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെയുള്ള വ്യക്തിയെ എടുത്ത് സനാതനധർമ്മത്തിലെ ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും അധ്യാപകരുടെയും മാതൃകയായി ചൂണ്ടിക്കാട്ടി വിമർശിച്ച് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാമെന്നുള്ള ഹിഡൻ അജണ്ടയാണ് ഇത്തരം വാദങ്ങൾക്ക് പിന്നിൽ. ഈ പോസ്റ്റിൽ പറയുന്ന വാചകം ശ്രദ്ധിച്ചോ? സനാതനികരുടെ പുണ്യ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. വ്യാസമഹാഭാരതം, വാൽമീകി രാമായണത്തൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. അത് ഖുറാൻ പോലെ, ബൈബിൾ പോലെ ഒരിക്കലും മാറ്റം വരുത്താനാവാത്ത ഗ്രന്ഥങ്ങളാണ് എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ധർമാധർമ്മ ചർച്ച വിശദമായി സംഘടിപ്പിക്കാൻ വേണ്ടി അതനുസരിച്ച് ജീവിച്ചവരുടെ ചരിതങ്ങൾ കാവ്യാത്മകമായി അവതരിപ്പിച്ച ഇതിഹാസങ്ങളാണിവ. ഇവരോരോരുത്തരുടെ ഗുണങ്ങളും ഇവരോരോരുത്തരുടെ ദോഷങ്ങളും അവർക്ക് തെറ്റുപറ്റിയത് എങ്ങനെയാണെന്നുകൂടി ഈ ഇതിഹാസങ്ങൾ പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ ബാലിയെക്കുറിച്ചും രാവണനെക്കുറിച്ചും കുംഭകർണൻ്റെ ശക്തിയെക്കുറിച്ചും ഇന്ദ്രിയത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ചൊക്കെ വാൽമീകി തന്നെ വിവരിക്കുന്നുണ്ട്. ദുര്യോധനൻ, ദുശാസനൻ, ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ തുടങ്ങിയവരുടെ ഗുണങ്ങളെപ്പറ്റിയും കഴിവുകളെപ്പറ്റിയും വേദവ്യാസൻ ഇതിഹാസത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഏതെല്ലാം പ്രവൃത്തികളാണ് അധർമ്മമായി മാറിയത് എന്നും വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ വ്യാസമഹാഭാരതത്തിൽ ശിശുവധം നടത്തുന്ന കംസനെ കാണാം. അച്ഛനെയും അതുപോലെ സഹോദരി ഭർത്താവിനെയൊക്കെ തടവിലാക്കിയ ആളാണ് കംസൻ. 99 രാജാക്കന്മാരെ ബലി കഴിക്കാനായി തടവറയിലിട്ട ജരാസന്ധനെ കാണാം.
16,000 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരം ചെയ്ത നരകാസുരനെയും കൂട്ടാളികളെയും കാണാം. ദ്രൗപദിയെ തലമുടി കുത്തിൽ പിടിച്ച് വലിച്ചഴച്ച് രാജസഭയിലേക്ക് കൊണ്ടുവന്ന ദുശാസനെ കാണാം. ദാസിക്ക് മാനം വേണ്ട എന്നലറിയ ദുര്യോധനനെയും കർണനെയും കാണാം. സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ കാണാം. ഇതെല്ലാം ഈ പുസ്തകങ്ങളിലുണ്ട്. അത് പറഞ്ഞുകൊണ്ട് സനാതനധർമ്മം ഇങ്ങനെയുള്ള ഒരു സംസ്കാരമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? വാസ്തവത്തിൽ അത് തെറ്റാണെന്ന് പറയുകയും അധർമ്മമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും അതിനെ എതിർക്കുകയുമല്ലേ ധാർമ്മിക പക്ഷം ചെയ്തത്? ഏതു മാതൃകയാണ് വ്യാസമഹാഭാരതവും വാൽമീകി രാമായണവും ഉയർത്തിപ്പിടിച്ചത്? അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ദ്രോണരുടെ നല്ല വശവും മോശം വശവും ഒരുപോലെ മഹാഭാരതം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്, സനാതന ധർമ്മത്തിന്റെ ദാർശനികാടിസ്ഥാനത്തിൽ ദ്രോണർ ഗുരുവല്ല. അദ്ദേഹം പരാവിദ്യ പഠിപ്പിച്ച ആളല്ല. അദ്ദേഹം രാജകുടുംബത്തിന്റെ ട്യൂട്ടറാണ്, അധ്യാപകനാണ്, ധനുർവേദ അധ്യാപകനാണ്. അദ്ദേഹം ഗുരുജനമാണ്. ഗുരു അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ഒരാളാണ്. അതുപോലെ അദ്ദേഹം ഒരു ധനുർവേദ ആചാര്യൻ കൂടിയാണ്. അധ്യാപകൻ എന്നതിനേക്കാളേറെ ധനുർവേദ ആചാര്യൻ കൂടിയാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ പരാവിദ്യയിലാവട്ടെ അപരാവിദ്യയിലാവട്ടെ അതിന് ആഴത്തിൽ പഠിച്ച ആപ്തനായി മാറിയവരെയാണ് ആചാര്യന്മാരെന്ന് പറയുക. അപരാവിദ്യയുടെ ആചാര്യനായിരുന്നു, ധനുർവേദ ആചാര്യനായിരുന്നു ഭീഷ്മാചാര്യർ, കൃപാചാര്യർ, ദ്രോണാചാര്യരൊക്കെ. ശ്രീകൃഷ്ണനെ പോലുള്ളവർ ധനുർവേദാചാര്യന്മാരുമായിരുന്നു, ആധ്യാത്മികാചാര്യന്മാരുമായിരുന്നു. പരാവിദ്യയ്ക്കും ആചാര്യന്മാരുണ്ടാകും, അപരാവിദ്യയ്ക്കും ആചാര്യന്മാരുണ്ടാവും. ദ്രോണാചാര്യർ അധ്യാപകനായിരുന്നു, ധനുർവേദാചാര്യനായിരുന്നു, ഗുരുവായിരുന്നില്ല, ആധ്യാത്മികാചാര്യനായിരുന്നില്ല, പക്ഷേ ഗുരുജനമായിരുന്നു. ഇനി സാമാന്യ അർത്ഥത്തിൽ അധ്യാപകരെ ഗുരുക്കന്മാരെന്ന് വിളിക്കുന്ന ഒരു പതിവനുസരിച്ച് അദ്ദേഹത്തെ ഗുരു എന്ന് വിളിച്ചാൽ പോലും അദ്ദേഹം മാതൃകാ വ്യക്തിയായി മഹാഭാരതം ചൂണ്ടിക്കാട്ടുന്നില്ല. ദ്രോണരുടെ ഗുണങ്ങൾ പറയുന്നുണ്ട് വ്യാസമഹാഭാരതം. ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ പോലും ഫീസ് വാങ്ങാതെ ധനുർവേദം പഠിപ്പിച്ച ഒരാചാര്യനായിരുന്നു ദ്രോണർ. വിദ്യ വിൽക്കാനുള്ളതല്ല എന്ന കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു. എത്രയേറെ വിഷമങ്ങൾ ഉണ്ടായിട്ട് പോലും തൻ്റെ സുഹൃത്തായ ദ്രുപദനെ, രാജാവിനെ അദ്ദേഹം സമീപിച്ചില്ല. ദ്രുപദൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ രാജാവാകും, അപ്പോൾ എൻ്റെ പകുതി രാജ്യം നിനക്ക് ഞാൻ തരുമെന്ന് പ്രിയ സുഹൃത്തായ ദ്രോണനോട് പണ്ട് ഗുരുകുലത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് ദ്രുപദൻ. ഇതെപ്പോഴും അഭിമാനപൂർവം തൻ്റെ ഭാര്യയോടും മകൻ അശ്വത്ഥാമാവിനോടും ദ്രോണാചാര്യർ പറയുമായിരുന്നു. ദ്രുപദൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ആത്മാർത്ഥതയെക്കുറിച്ച് പറയുമായിരുന്നു. പക്ഷേ ഇത്ര വിഷമങ്ങൾ ഉണ്ടായിട്ട് പോലും ആ സൗഹൃദ ബന്ധം ദുരുപയോഗപ്പെടുത്താൻ ദ്രോണാചാര്യർ തയ്യാറായില്ല. പലവട്ടം ദ്രോണാചാര്യരുടെ ഭാര്യ ചോദിക്കുന്നുണ്ട്, കുറച്ച് പശുക്കളെയെങ്കിലും ചോദിച്ചുകൂടെ, കുറച്ച് സ്ഥലമെങ്കിലും ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദ്രോണാചാര്യരുടെ മറുപടി ഇതായിരുന്നു, എൻ്റെ സുഹൃത്ത് വളരെ സ്നേഹം കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാനതിനെ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അങ്ങനെയുള്ള നല്ല ഗുണങ്ങളുള്ള വ്യക്തി തന്നെയായിരുന്നു ദ്രോണാചാര്യർ. പക്ഷെ തൻ്റെ മകനെ അശ്വത്ഥാമാവിനെ അരിമാവ് കലക്കിക്കൊടുത്ത് പാലാണെന്ന് പറഞ്ഞ് തൻ്റെ തന്നെ വിദ്യാർത്ഥികൾ കബളിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നു പോയത്. ഇത്ര കഷ്ടതകൾക്കിടയിലും താൻ തന്നെ ഫീസ് വാങ്ങാതെ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ചെയ്തത്. മഹാഭാരതം ഇങ്ങനെയുള്ള കുറേ വൈകാരിക മുഹൂർത്തങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ കൈകൾ പിടിച്ച് ഒരു കൈയിൽ ദ്രോണാചാര്യരും ഒരു കൈയിൽ ദ്രോണാചാര്യരുടെ ഭാര്യ കൃപിയും ഈ കൈകൾ പിടിച്ച് ദ്രുപദൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ചെറിയ ഒരു ജോലിയോ മകന് പാൽ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരച്ഛനെങ്കിലും ആകാനുള്ള കഴിവോ മാത്രമായിരുന്നു ദ്രോണാചാര്യരുടെ ലക്ഷ്യം. യാത്രയിലുടനീളം ദ്രുപദൻ്റെ മഹാത്മ്യമാണ് ദ്രോണാചാര്യർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ദ്രുപദൻ ഭയപ്പെട്ടു. കാരണം താൻ കുട്ടിക്കാലത്ത് ഗുരുകുലത്തിൽ വെച്ച് പറഞ്ഞ വാക്ക് ചോദിക്കാനാണോ, അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പാലിക്കാൻ ആവശ്യപ്പെടാനാണോ ഇദ്ദേഹം വരുന്നെന്ന് ദ്രുപദ രാജാവ് സ്വാഭാവികമായും ഭയപ്പെട്ടു. അങ്ങനെ തൻ്റെ മകൻ്റെയും ഭാര്യയുടെയും മുമ്പ് വെച്ച് ഈ ആചാര്യൻ, ധനുർവേദ ആചാര്യൻ അപമാനിതനാകുന്നു. വേറെ ആരുടെയെങ്കിലും മുമ്പ് വെച്ച് അപമാനിതനായാൽ ദ്രോണർക്ക് അത്രയും പ്രയാസമാകുമായിരുന്നില്ല. എല്ലാ സമയത്തും അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന തൻ്റെ ആത്മസുഹൃത്തിൽ നിന്നുണ്ടായ അപമാനമാണ് ദ്രോണരെ തളർത്തിയത്. അപ്പോൾ ദ്രോണാചാര്യർ അവിടെ വെച്ച് പറയുന്നു, ഞാൻ ഒരിക്കലും ദ്രുപദ നിൻ്റെ സുഹൃത്താകുന്നില്ല എന്നെനിക്കറിയാം. എന്നെങ്കിലും നിനക്ക് തുല്യമായ ഒരു പദവി എനിക്കുണ്ടാകുമ്പോൾ മാത്രമേ ഇനി നിന്നെ ഞാൻ കാണൂ. അങ്ങനെ അവിടുന്ന് എങ്ങോട്ടൊന്നും ഇല്ലാതെ മകൻ്റെയും കൈപിടിച്ച് ആ ഭാര്യയും
അമ്മയും അച്ഛനും അവിടെ നിന്നും പുറപ്പെടുന്നു. എങ്ങോട്ടെന്നില്ലാത്ത ആ യാത്ര ഹസ്തനപുരത്തിലാണ് അവസാനിച്ചത്. അവിടെ പിന്നീട് നമുക്ക് മഹാഭാരതം പഠിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കാം. ഏതായാലും ദ്രോണാചാര്യർ പരമദുഷ്ടനൊന്നും ആയിരുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണത് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് ജോലി നൽകി എല്ലാവിധ ബഹുമാനങ്ങളും ആദരവും അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നൽകിയത് ഹസ്തനപുരം സിംഹാസനമാണ്. അതിനോട് അദ്ദേഹം മരണം വരെ നീതി പുലർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ശരി. അദ്ദേഹം പണ്ട് അദ്ദേഹം ഫ്രീ ആയിട്ട് എല്ലാവരെയും പഠിപ്പിച്ചിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് രാജകുമാരന്മാരെ, കൗരവന്മാരെയും പാണ്ഡവന്മാരെയും അസ്ത്രവിദ്യയും ദിവ്യാസ്ത്രവും പഠിപ്പിക്കുന്ന രാജകീയ അധ്യാപകനായിട്ട് മാറി. മറ്റാരെയും അദ്ദേഹം ദിവ്യാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറായില്ല. കാരണം അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ അവകാശമില്ലേ? അതുപോലെ തനിക്ക് വിരുദ്ധനായി വരാവുന്ന, തൻ്റെ ശത്രുവായി, തൻ്റെ ഘാതകനായി തന്നെ വരാവുന്ന ആളെപ്പോലും വിളിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ദ്രോണാചാര്യർ. ധൃഷ്ടദ്യുമ്നൻ ദ്രോണരെ വധിക്കാൻ വേണ്ടി പിറന്നവനാണെന്ന് ദ്രോണർക്കറിയാമായിരുന്നു. ആ ധൃഷ്ടദ്യുമ്നെ വിളിച്ച് അസ്ത്രവിദ്യ പഠിപ്പിക്കുന്നുണ്ട് ദ്രോണരുടെ ചില മഹാത്മ്യങ്ങളും കൂടെ പറയണമല്ലോ. അതുപോലെ ദ്രുപദൻ്റെ നിന്ന് ദ്രുപദനെ പിടിച്ചുകെട്ടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ദ്രുപദന് ആ ഭാഗങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട് ദ്രോണാചാര്യർ. വേണമെങ്കിൽ പാഞ്ചാല രാജ്യത്തിൻ്റെ മുഴുവൻ, വിശാലമായ പാഞ്ചാല രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതിയാകാമായിരുന്നു ദ്രോണർക്ക്. അദ്ദേഹം ചെയ്തില്ല. അതുപോലെ തന്നെ കർണനെയും പഠിപ്പിച്ചിട്ടുണ്ട് ദ്രോണർ. പക്ഷേ ബ്രഹ്മാസ്ത്രം എന്ന ദിവ്യാസ്ത്രം നൽകിയില്ല. അതിന് അദ്ദേഹത്തിന് പറയാൻ കാരണമുണ്ടായിരുന്നു. അദ്ദേഹം രാജകുടുംബാംഗങ്ങളെ, രാജകുമാരന്മാരെ അസ്ത്രവിദ്യ, ദിവ്യാസ്ത്രങ്ങൾ പഠിപ്പിക്കാനായി നിയോഗിക്കപ്പെട്ടിരുന്ന ആളായിരുന്നു. ഇന്നും ഉയർന്ന സൈനികരെ പഠിപ്പിക്കുന്ന രഹസ്യവിദ്യകൾ, മെഷീൻ ഗണ്ണിൻ്റെയും മറ്റ് റോക്കറ്റ് ലോഞ്ചറുടെയൊക്കെ ഉപയോഗങ്ങൾ സാധാരണക്കാരെ പഠിപ്പിക്കുമോ? സ്വതന്ത്രമായ ഒരു ഗുരുകുലം നടത്തിയിരുന്ന ഒരാളല്ല ദ്രോണർ അക്കാലഘട്ടത്തിൽ. ഹസ്തനപുരം സിംഹാസനത്തിന് വേണ്ടി തനിക്കെല്ലാം നൽകിയ ഹസ്തനപുര സിംഹാസനത്തിന് വേണ്ടി തൻ്റെ അറിവും ഊർജവും സമയവും ജീവിതവും സമർപ്പിച്ചൊരു ദ്രോണരെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. കർണൻ പിന്നീട് ദ്രോണരെ ഉപേക്ഷിച്ച് പിണങ്ങിപ്പോയി. കർണൻ ദ്രോണരുടെ ഗുരുവായിരിക്കുന്ന, ദ്രോണരുടെ അധ്യാപകനായ പരശുരാമനിൽ നിന്ന് തന്നെ കള്ളത്തരം പറഞ്ഞാണെങ്കിലും ബ്രഹ്മാസ്ത്രം നേടി. തിരിച്ചു വന്ന കർണൻ ദ്രോണരോട് പോലും പുച്ഛത്തോടും പരിഹാസത്തോടുമാണ് പെരുമാറിയത്. ഇതൊക്കെയാണ് ഗുരുത്വ ദോഷങ്ങളെന്ന് പറയുന്നത്. രാജകുമാരന്മാർക്ക് വേണ്ടി, പാണ്ഡവർക്കും കൗരവർക്കും വേണ്ടിയുള്ള അസ്ത്രാഭ്യാസന വേദിയിൽ തന്നെ ദ്രോണരെയും അർജുനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കർണൻ അവിടെ എത്തിയത്. അതൊരു മര്യാദകേടാണ്. ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെയോ അധ്യാപകൻ്റെയോ കീഴിൽ പഠിച്ചു പിടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ നടത്തുന്നു. അപ്പോൾ അവരെക്കാൾ നന്നായി ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞ് ഒരാൾ വെല്ലുവിളിച്ച് രംഗത്ത് വരുന്നത് ആ വേദിയെയും ആ അധ്യാപകനെയും അപമാനിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടും കർണന് തൻ്റെ എല്ലാവിധ കഴിവുകളും പ്രദർശിപ്പിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് ദ്രോണർ. അപ്പോൾ വിദ്യയോട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വിദ്യയിൽ സമർത്ഥന്മാരോട് ആദരവ് പുലർത്തിയിരുന്ന ആളാണ് ദ്രോണർ എന്ന് തെളിയുന്നു. അതുപോലെ അർജുനനോട് വാങ്ങുന്ന പ്രതിജ്ഞ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. താൻ എതിർപാളയത്തിൽ വന്നാൽ ഒരു ശത്രുവിനോടെന്ന വണ്ണം ദയ പോലുമില്ലാതെ എന്നോട് പൊരുതണം എന്നാണ് അർജുനനോട് പ്രതിജ്ഞ വാങ്ങുന്നത്. ഇതൊക്കെ ദ്രോണരുടെ കഴിവുകളുടെ ഗുണങ്ങൾ മഹാഭാരതം ചൂണ്ടിക്കാട്ടുന്നവയാണ്. ഏകലവ്യൻ്റെ കാര്യം പറയാം. ഏകലവ്യൻ പഠിക്കാൻ പോലും ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഏകലവ്യന് കൊടുത്തത് അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു വാഹന വ്യൂഹം ഇവിടെ പോകുന്നു. അതിനെതിരെ സമാധാനമായി പ്രതിഷേധിക്കാൻ വന്നവരെ പോലും അവരുടെ പാർട്ടിക്കാർ തല്ലിച്ചതച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ പോലീസും അവരെ ശക്തമായി നേരിടും. സമാധാനപരമായി പ്രതിഷേധിച്ചവരെ പോലും തല്ലിച്ചതച്ചിട്ടുണ്ട്. അതിനെ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും ന്യായീകരിച്ചിട്ടുണ്ട്. ഇവരെ ആക്രമിക്കാൻ വന്നാൽ ജനങ്ങളും പോലീസും എതിരിടും എന്നാണ് ന്യായം പറഞ്ഞത്. ഇവർ പ്രതിഷേധിക്കാൻ വന്നവർ ആക്രമിക്കാൻ വന്നവരല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് അവർ ന്യായീകരിച്ചത്. ഏകലവ്യൻ ചെയ്തത് എന്താണെന്നറിയാമോ? രാജകീയ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പട്ടാളക്കാർ റൂട്ട് മാർച്ച് നടത്തുമ്പോൾ ആരെങ്കിലും ചെന്ന് കല്ലെറിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അതൊരു വ്യക്തിയെ ആക്രമിക്കുന്നത് പോലെ നിസ്സാരമായൊരു കാര്യമാണോ? പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാരോ പോകുമ്പോൾ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവരുടെ സുരക്ഷാ വ്യൂഹം വെറുതെ വിടുമോ? കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കാര്യം നമുക്ക് ഈയിടെ ചർച്ചാ വിഷയമായി. CPM വിട്ട് CMB രൂപീകരിച്ച MV രാഘവൻ അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ
അദ്ദേഹത്തിനെതിരെ ആക്രമണമുണ്ടായി. അപ്പം അദ്ദേഹം മന്ത്രിയായിരിക്കും അദ്ദേഹത്തെ ആക്രമിച്ചു. അന്ന് അങ്ങനെ ആക്രമിക്കാൻ വന്ന യുവാക്കളെ പോലീസ് വെടിവെച്ചു. കുറച്ച് പേർ കൊല്ലപ്പെട്ടു. ആ വെടിവെപ്പിനെ അത് ആവശ്യമായിരുന്നു ന്യായീകരിച്ച ആളാണെന്ന് DGP. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ചിലപ്പോൾ അങ്ങനെ മന്ത്രിമാരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവർ കൊല്ലപ്പെടും. ഏകലവ്യന് വീര്യം പ്രകടിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇവരുടെ സൈനിക വ്യൂഹത്തിന് നേരെ അതിലെ മൃഗങ്ങളെ കൊല്ലുകയാണ് അദ്ദേഹം ചെയ്തത്. കൊല്ലുകയോ വായിൽ മുഴുവൻ അമ്പുകൾ തറക്കി എയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ഒരു കാര്യം മനസ്സിലാക്കുക, അർജുനനും ഏകലവ്യനുമായി ഏറ്റുമുട്ടിയാൽ അർജുനെ ജയിക്കൂ. കാരണം അനവധി ദിവ്യാസ്ത്രങ്ങളുടെ ശക്തി കൂടി അർജുനനുണ്ട്. അർജുനന് വേണമെങ്കിൽ ഏകലവ്യനെ കൊല്ലാമായിരുന്നു. പക്ഷേ പോരാളി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസത്തിൻ്റെ കഴിവിനെ അർജുന മനസ്സാ വാഴ്ത്തി. അർജുനൻ ഏകലവ്യനോട് ചോദിച്ചപ്പോൾ ഏകലവ്യൻ പറഞ്ഞു, ദ്രോണരാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞു. ഈ അഹങ്കാരത്തിന് ശിക്ഷ കൊടുക്കാനായിട്ട് ഏകലവ്യനെ വധിക്കാൻ നിസ്സാരമായി പാണ്ഡവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ ദ്രോണരുടെ ശിഷ്യനാണ് ഏകലവ്യൻ എന്നറിഞ്ഞപ്പോൾ അർജുനൻ ദ്രോണരെ അറിയാതെ ഇദ്ദേഹത്തെ വധിച്ചാൽ അത് ഒരു ഗുരുനിന്ദയാണെന്ന് ധരിച്ചു. അങ്ങനെയാണ് ദ്രോണാചാര്യരോട് അർജുനൻ ചോദിക്കുന്നത്, ഏകലവ്യൻ എന്ന പേരിലൊരു ശിഷ്യനുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് ദ്രോണാചാര്യർ ഏകലവ്യൻ്റെ അടുക്കൽ വരുന്നത്. തൻ്റെ പ്രതിമ വച്ച് താൻ പരിശീലിക്കുന്നത് കണ്ട് പഠിച്ചും പ്രതിമ വെച്ച് പരിശീലിച്ചുമാണ് ഏകലവ്യൻ ഇത്ര കഴിവ് നേടിയതെന്ന് മനസ്സിലായി. തന്നോടുള്ള കൂറിലും ഭക്തിയിലും സമർപ്പിത പരിശീലനത്തിലും ദ്രോണർക്ക് സന്തോഷമുണ്ടായി. പക്ഷേ അഹങ്കാരത്തിന് ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. വാസ്തവത്തിൽ ഏകലവ്യനെ കൊല്ലാതെ വിടുകയാണുണ്ടായത്. കാരണം അന്നത്തെ ആ കാലഘട്ടത്തിൽ രാജകീയ സൈനിക വ്യൂഹത്തെ ആക്രമിച്ചിരുന്നു ഒരാൾ അയാളെ ശിക്ഷിക്കാതിരിക്കില്ല. അപ്പോൾ ഏകലവ്യൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ദ്രോണർ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഏകലവ്യൻ കൊല്ലപ്പെടുമായിരുന്നു. അല്ലെങ്കിൽ ഈ അഹങ്കാരം വെച്ച് വീണ്ടും പല അതിക്രമങ്ങൾക്ക് ഏകലവ്യൻ മുതിരുമെന്ന് ദ്രോണർ ഭയപ്പെട്ടിരിക്കാം. പക്ഷേ ഇടത് കൈ കൊണ്ടും അമ്പെയ്യാൻ മിടുക്കനായിരുന്നു ഏകലവ്യൻ. പിന്നീടും പല യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഏകലവ്യനോടുള്ള ദ്രോണറെ പെരുമാറ്റം വച്ചിട്ട് ലക്ഷക്കണക്കിന് ഗുരുക്കന്മാരെ മുഴുവൻ അവഹേളിക്കുവാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഈ ദ്രോണരുടെ ദോഷങ്ങളും പറയുന്നുണ്ട് വ്യാസമഹാഭാരതം. ഗീത ആരംഭിക്കുന്നത് തന്നെ, ശ്രീസവാക്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ശോചിക്കേണ്ടാത്തവരെക്കുറിച്ച് ശോചിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അതുപോലെ ആയിരുന്നു ദ്രോണരുടെയും ഭീഷ്മരുടെയും എല്ലാം പെരുമാറ്റങ്ങൾ. അവർക്ക് ധർമ്മം എന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നു. കൗരവർ അധർമ്മപക്ഷത്ത് ശക്തമായി നിലകൊണ്ടവരാണെന്നും ബോധ്യമുണ്ടായി. പക്ഷേ അവർ ദുർബലമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അധർമ്മപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതിനെയാണ് സദ്ഗുണ വൈകൃതം എന്ന് പറയുന്നത്. ഭീഷ്മർ വാക്കിൻ്റെ കാര്യത്തിൽ കയറിപ്പിടിച്ചു. എന്നും ഹസ്തനപുരത്തിന് വേണ്ടി താൻ നിലകൊള്ളും എന്ന് പറഞ്ഞ വാക്കെടുത്താണ് ദുര്യോധനെ പോലുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഭീഷ്മർ തയ്യാറായത്. തനിക്ക് എല്ലാം തന്ന ഹസ്തനപുര സിംഹാസനത്തോട് തൻ്റെ ജീവിതത്തിൽ മുഴുവൻ കൂറുള്ളവനായിരിക്കും, അതിനുവേണ്ടി ഞാൻ അവസാനം വരെ പൊരുതും എന്നുള്ള ദ്രോണരുടെ വാക്കാണ് ദ്രോണർക്ക് വീഴ്ചയായത്. തന്നെ അപമാനത്തിന് രക്ഷിച്ച ദുര്യോധനോടുള്ള കടപ്പാടായിരുന്നു കർണൻ്റെ ദൗർബല്യം. ദ്രോണരോടുള്ള ബഹുമാനവും കടമയായിരുന്നു കൃപരെയും അശ്വത്ഥമാവിനെയും കുടുക്കിയത്. പക്ഷേ ധർമാധർമ്മ സംഘർഷമുണ്ടാകുമ്പോൾ കൂടിയ ധർമ്മം സ്വീകരിക്കണമെന്ന ബാലപാഠങ്ങൾ ഇവർ മറന്നു. ധർമ്മത്തോടു ലോകമര്യാദ, ധർമ്മം, ഗുരുജനഭക്തി ഏറ്റവും പുലർത്തിയവർ പാണ്ഡവരായിരുന്നു. ധൃതരാഷ്ട്രരോടും ഗാന്ധാരിയോടും ഭീഷ്മർ, ദ്രോണർ, കൃപർ, അശ്വത്ഥാമാവ് എന്നിവരോടെല്ലാം ഏറ്റവും അധികം കൂറും പ്രതിബദ്ധതയും പുലർത്തിയത് പാണ്ഡവരായിരുന്നു. അതുപോലെ ബന്ധങ്ങളോടുള്ള ഒരു സ്നേഹവും പാണ്ഡവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വനവാസകാലത്ത് ദുര്യോധൻ രക്ഷിച്ചു. അതുപോലെ ജയദ്രഥൻ ദ്രൗപദിയെ ഉപദ്രവിക്കാൻ വന്നിട്ട് പോലും കൊല്ലാതെ വിട്ടു. കൗരവർക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സ്വാർത്ഥകാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ധിക്കരിച്ചു, എല്ലാവരെയും അപമാനിച്ചു. പാണ്ഡവപക്ഷത്തെ നന്നായിട്ട് അറിയാമായിരുന്നു ഭീഷ്മർക്കും ദ്രോണർക്കും കൃപർക്കും അശ്വത്ഥമാവിനും. തൻ്റെ ഒരു ലക്ഷ്യം ദ്രുപദനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നല്ലോ ദ്രോണർക്ക്. അത് നേടിക്കൊടുത്ത പാണ്ഡവരാണ്, അർജുനനാണ്. കൗരവർ പോയിട്ട് പരാജയപ്പെട്ട് മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ തൻ്റെ ഒരു ലക്ഷ്യം, ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യം തന്നെ സാധിച്ചു കൊടുത്ത അർജുനനോടൊരു ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയോട് എപ്പോഴെങ്കിലും ദ്രോണർ നീതി കാട്ടിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കൗരവർ അധർമ്മികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും ഒപ്പം നിന്ന ആളാണ് ദ്രോണർ. ചതിയിലും കള്ളച്ചൂതുകളിലും എല്ലാം ദ്രോണർ നിശബ്ദ സാക്ഷിയായി
പാഞ്ചാലിയെ അപമാനിക്കുമ്പോൾ പോലും നിശബ്ദനായി. ദ്രൗപദി കരഞ്ഞുകൊണ്ട് അപ്രത്യക്ഷിച്ചു പോലും ഇവരിടപെട്ടില്ല. 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം രാജാവ് നിശ്ചയിച്ച വ്യവസ്ഥയായിരുന്നു. ധൃതരാഷ്ട്രർ നിശ്ചയിച്ച ഈ വ്യവസ്ഥ അനുജന്റെ മക്കളായ പാണ്ഡവർ പൂർണ്ണമായി അനുസരിച്ച് വിജയ പാലിച്ചു വന്നു. പക്ഷേ സൂചികുത്താൻ സ്ഥലം കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറായില്ല. കൊടിയ അനീതി, വാഗ്ദാന ലംഘനം, അധർമ്മത്തിനെതിരെ ഒരക്ഷരം പോലും ദ്രോണർ സംസാരിക്കുന്നില്ല. ദൂതിന് ശ്രീകൃഷ്ണൻ തന്നെ എത്തി. എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചു. അവരെ ഉപദേശിക്കാൻ പോലും ദ്രോണർ തയ്യാറായില്ല. വളരെയേറെ അനീതി കാട്ടിയ പാണ്ഡവർക്ക് വേണ്ടി ഒരക്ഷരം ഒരു സന്ദർഭത്തിലും ദ്രോണർ പറഞ്ഞില്ല. യുദ്ധമുണ്ടായപ്പോഴോ അവരോടൊപ്പം നിന്ന് പോരാടാൻ തന്നെ ദ്രോണർ തയ്യാറായി. വേണമെങ്കിൽ രണ്ടും എൻ്റെ വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞ് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു ദ്രോണർ. തൻ്റെ എല്ലാ അസ്ത്ര പാടവം ദിവ്യാസ്ത്ര ബലത്തോടൊപ്പം നിന്ന് പാണ്ഡവപക്ഷത്തിനോട് വീണ്ടും അനീതി ചെയ്യാനാണ് ദ്രോണർ തയ്യാറായത്. എന്നിട്ടും ഇവരെ ഭീഷ്മരെ, ദ്രോണരെ, കൃപരെ, അശ്വത്ഥാമാവിനെ കണ്ടപ്പോൾ ആ നന്ദിയും കൂറും പ്രതിബദ്ധതയുമുള്ള അർജുനന് മനമിടറി. അതുകൊണ്ടാണ് ശോചിക്കേണ്ടാത്തവരെക്കുറിച്ച് നീ ശോചിക്കേണ്ടതില്ല എന്ന് ശ്രീകൃഷ്ണൻ പറയാൻ കാരണം. അവരെ നല്ല പാതയിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കഴിഞ്ഞു. അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പാണ്ഡവർക്കെതിരെ അവർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ അർജുനനോട് ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ആ ധർമാധർമ്മ പോരാട്ടത്തിൽ അധർമ്മപക്ഷത്ത് നിന്ന ആളാണ് ദ്രോണാചാര്യർ. അദ്ദേഹത്തെ ഒരു മാതൃക, ഒരു യോദ്ധാവായിട്ട് പോലും മഹാഭാരതം കാണുന്നില്ല. മഹാത്മ്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വീഴ്ചകളും സദ്ഗുണ വൈകൃതവും ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞും ദ്രോണാചാര്യ ചെയ്ത കാര്യങ്ങൾ വളരെ ശ്രദ്ധ അർഹിക്കുന്ന കാര്യങ്ങളാണ്. ദുര്യോധനന്റെ എല്ലാ അധിക്ഷേപങ്ങളും സഹിച്ച് ധർമ്മപുത്രനെ പിടിച്ചുകെട്ടുവാനുള്ള പ്രതിജ്ഞ ചെയ്തു ദ്രോണർ. അതിനുവേണ്ടിയുള്ള എല്ലാ ശക്തികളും ശ്രമങ്ങളും ദ്രോണാചാര്യൻ നടത്തി. എന്നാൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും അർജുനൻ പാദം ഇരിക്കുന്ന സ്ഥലത്തേക്ക് അമ്പുകൾ അയച്ച് വണങ്ങിയിട്ട് മാത്രമേ അർജുനൻ യുദ്ധം ചെയ്യുമായിരുന്നു. ആ പ്രിയ ശിഷ്യൻ അർജുനന്റെ പുത്രനെ അഭിമന്യുവിനെ കൊല്ലാൻ ആയിട്ടുള്ള ഒത്താശകളും ദ്രോണാചാര്യരാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പോലും അർജുനന് ദ്രോണാചാര്യരോടുള്ള സ്നേഹബഹുമാനങ്ങൾ കുറയുന്നില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ജയദ്രഥ വധത്തിന് പോകുന്ന അർജുനനെ ദ്രോണാചാര്യർ മുന്നും നേരിടുന്നുണ്ട്. അങ്ങ് എന്നെ ദിവ്യാസ്ത്രമെല്ലാം പഠിപ്പിച്ച ആളാണ്, അങ്ങ് എൻ്റെ ശത്രുവല്ല എന്ന് പറഞ്ഞിട്ടാണ് മകൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം പോലും അർജുനൻ വേറെ ആൾക്കാർക്ക് നേരെ തിരിയുന്നത്. ഇവർ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കണം. ഇനി ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാരെ വധിക്കുവാൻ വരെ ദ്രോണാചാര്യ ശ്രമിച്ചു. പിന്നീട് അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, കൂടുതൽ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാനായി ഒന്നുകിൽ ഇദ്ദേഹത്തെ വധിക്കുക, അല്ലെ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് ശ്രീകൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാട്ടിയ ദ്രോണാചാര്യരുടെ ഏറ്റവും വലിയ മഹാത്മ്യമുള്ള ഗുരുവായിട്ട് മഹാഭാരതം അവതരിപ്പിച്ചു എന്നാണ് ഈ പോസ്റ്റുകാരൻ പറയുന്നത്. ഇതിന് വളരെ വിശിഷ്ടമായ സ്ഥാനമൊന്നും ആരും നൽകിയിട്ടില്ല. അധർമ്മപക്ഷത്ത് നിന്ന് പോരാടിയ ഒരാളായിട്ടാണ് പറഞ്ഞത്. ചെറിയ അസത്യം പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇദ്ദേഹത്തെ നിർവീര്യനാക്കണം എന്ന് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ കഥ, സത്യവുമായി ബന്ധപ്പെട്ട കഥ ദ്രോണരെ വധിക്കുവാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ഒരു സനാതനധർമ്മത്തിലെ ഏറ്റവും വലിയ ഗുരുവാണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിചിത്രമാണെന്ന് ആലോചിക്കുന്നു. അതിനുശേഷം ദ്രോണപുത്രനായ അശ്വത്ഥാമാവും എല്ലാവിധ അധർമ്മവും ചെയ്ത് പാണ്ഡവ പുത്രന്മാരെ രാത്രിയിൽ കൂട്ടക്കൊല ചെയ്ത ആളാണ്. മഹാഭാരതത്തെക്കുറിച്ച് ABCD പോലും മനസ്സിലാക്കാതെ ആരോ എന്തോ പറയുന്നത് കേട്ട് ആണിതൊക്കെ ഈ കുപ്രചരണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇനി സ്കൂളുകളിൽ ഇങ്ങനെ കുറച്ച് കുട്ടികൾ മാതൃപൂജ നടത്താറുണ്ട്, പിതൃപൂജ നടത്താറുണ്ട്. അതുപോലെ ഗുരുപൂജ നിലയിൽ അധ്യാപകരുടെ കാല് കഴുകിയതുകൊണ്ട് എന്താണ് കുഴപ്പം? പാരമ്പര്യമായിട്ട് കാല് കഴുകിക്കുക എന്നുള്ളതൊരു ആദരവിൻ്റെ ചിഹ്നമായിരുന്നു. അത് ഗുരുക്കന്മാർക്ക് മാത്രമല്ല അതിഥികൾക്ക് പോലും അങ്ങനെ ചെയ്യിക്കാറുണ്ടായിരുന്നു. പണ്ടത്തെ വീടുകളിൽ ഇങ്ങനെ അതിഥികൾ വരുമ്പോൾ അവർക്ക് പലകയിട്ട് വിശിഷ്ടരായ അതിഥികൾ വരുമ്പോൾ കാല് കഴിച്ചകത്ത് കയറ്റുന്നൊരു പാരമ്പര്യം നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നു. തന്ത്രിമാരെയും സന്യാസിമാരെയും പൂജാരിമാരെയും മാത്രമല്ല വിവാഹ ചടങ്ങുകളിൽ വരെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സർവ്വസാധാരണമായ ആദരവിൻ്റെ ചില പ്രകടനങ്ങൾ മാത്രമാണ്. ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് സനാതനധർമ്മത്തിനെതിരെ മെക്കിട്ട് കയറാൻ വരുന്നവരെ സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ കാൽ കഴുകിയതിനെ ശിഷ്യർ വിമർശിച്ചപ്പോൾ യേശുക്രിസ്തു ശാസിച്ചതായിട്ട് ബൈബിളിലുണ്ട്. തന്നെ ആദരിക്കുന്നതിനെ യേശുക്രിസ്തു അനുകൂലിക്കുകയാണ് ചെയ്തത്. അതിനെ ഇവർ തള്ളിപ്പറയാൻ തയ്യാറാണോ? ഇതുപോലെ മതഗ്രന്ഥത്തിലുള്ള വചനമാണ്. മുഹമ്മദ് നബിയുടെ മൂത്രം കുടിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ പറയുന്നുണ്ട്.
അതിനെയൊക്കെ വലിയ മഹത്വമുള്ള കാര്യമായിട്ടാണ് ഹദീസ് പറയുന്നത്. അതിനെ തള്ളിപ്പറയാൻ ഇവരൊക്കെ തയ്യാറാണോ? യേശുക്രിസ്തുവിൻ്റെ മാതൃക ഇപ്പോഴും സ്വീകരിക്കുന്ന ക്രിസ്ത്യൻ പുരോഹിതരുണ്ട്. കാൽ കഴുകിക്കുക എന്നുള്ള ചടങ്ങ് ചില പ്രത്യേക ദിവസങ്ങളിൽ പള്ളിയിൽ നടക്കാറുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും കുമാരി പൂജ, നാരീ പൂജകൾ നടക്കാറുണ്ട്. അവിടുത്തെ പൂജാരിയാണ് ആ പൂജ ചെയ്യുന്നത്. KR ഗൗരിയമ്മയെ തന്നെ കസേരയിരുത്തിക്കൊണ്ട് അവിടുത്തെ പൂജാരി പൂജ ചെയ്തതൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. ആ പൂജാരിയുടെ ആത്മാഭിമാനം കെടുത്തുന്ന ഒരു കാര്യമായിരുന്നോ അത്? ചക്കുളത്ത് കാവിൽ നാരീ പൂജ നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. ആദരവ് പ്രകടിപ്പിക്കാൻ ഓരോ സംസ്കാരങ്ങൾക്കും ഓരോ നാടുകളിലും വ്യത്യസ്തമായ രീതികളുണ്ട്. രക്തസാക്ഷി മണ്ഡപത്തിലും കൊടിയിലും പുഷ്പാർച്ചന ചെയ്യുന്നവരില്ലേ? പുഷ്പാർച്ചന ചെയ്യുന്നവരുണ്ട്, രക്തഹാരം അണിയിക്കുന്നവരുണ്ട്, കൈകൾ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട്. അതൊരു ആദരവിൻ്റെ പ്രകടനമാണ്. അതിനാരും എതിർക്കാറില്ല. ഈ ഗുരുപൂജയ്ക്കെതിരെ ശക്തമായ രംഗത്ത് വന്ന ശിവൻകുട്ടി എന്ന മന്ത്രി ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ മുമ്പ് തലകുനിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പെന്തക്കോസ്ത് പാസ്റ്റർ ഇങ്ങനെ ഇലക്ഷൻ സമയത്താണ് ഇതുണ്ടായത്. വോട്ട് ചോദിക്കാൻ ചെന്നതാണ് ശിവൻകുട്ടി. അവരത് ഈ ബുദ്ധിപൂർവ്വം അവർ ആ ചടങ്ങിലേക്ക് കൊണ്ടുപോയി. അത് മനസ്സിലാക്കാൻ ശിവൻകുട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം കൈകൾ തലയിൽ വെച്ച് ഇന്നിപ്പോൾ വിനീത വിധേയനെ പോലെ ശിവൻകുട്ടി അവിടെ നിന്നു. തലയിൽ കൈവച്ച് പെന്തക്കോസ്ത് പാസ്റ്റർ പ്രാർത്ഥിക്കുകയും ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. വോട്ടിന് വേണ്ടി ആയിരിക്കാം, പക്ഷേ അദ്ദേഹം നിശബ്ദനായിട്ട് വിനീത വിധേയനെ പോലെ ഈ നേതാവ് നിന്നുകൊടുത്തു. അതിലൊന്നും ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇവർ കാണുന്നില്ല. ഓരോ നേതാക്കന്മാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നില്ലേ ഇവർ? അതിൽ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഹിന്ദുധർമ്മത്തോടുള്ള, സനാതനധർമ്മത്തോടുള്ള വിദ്വേഷവും അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. ബന്ധനം, പൂജ ഒക്കെ അവർക്ക് വെറുക്കപ്പെട്ട പദങ്ങളാണ്. അതുപോലെ നിസ്കാര രീതിയിരുന്നാൽ കുഴപ്പമില്ല, അതുപോലെ കുമ്പിട്ടിരുന്നാൽ പ്രശ്നമില്ല. ഇപ്പോൾ രസകരമായ കാര്യം, ഇതിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്രേ. ഇതിനെതിരെ കമ്മീഷൻ ഉണ്ടെന്നറിയുന്ന ഇവിടെ സന്തോഷം. കാരണം ഈയിടെയാണ് സുന്നത്ത് കർമ്മം ചെയ്തൊരു കുട്ടി മരിച്ചത്. ആ കുട്ടി മരിക്കുന്നവരുണ്ട്. ദിവസങ്ങളോളം കഠിന വേദന അനുഭവിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ നമുക്കിടയിലുണ്ട്. അല്പമെങ്കിലും ആത്മാർത്ഥത ബാലന്മാരുടെ കാര്യത്തിലുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഇതാണ്. അവർക്ക് 18 വയസ്സാകുമ്പോഴേക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് സുന്നത്ത് ചെയ്യാൻ ഉള്ള അനുമതി കൊടുക്കണം. അതിനു മുമ്പ് വളരെയേറെ വേദന നൽകുന്ന 1-2 മാസക്കാലം വിശ്രമാവസ്ഥയിലാക്കുന്ന ഈ ഹീനകർമ്മം ചെയ്യാൻ ഇവർ അനുവദിക്കാൻ പാടില്ല. അതോ ഹിന്ദു ബാലന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഈ കമ്മീഷൻ രംഗത്ത് വരികയുള്ളൂ? ഈ റംസാൻ വ്രതത്തിലെ നോമ്പ് അടിച്ചേൽപ്പിച്ച് തന്നെ കുട്ടികൾ മരിച്ച സംഭവങ്ങളുണ്ടായി. അതും അടിച്ചേൽപ്പിക്കലല്ലേ? ഞാൻ മനസ്സിലാക്കുന്ന ഈ സ്കൂളുകളിൽ താല്പര്യമുള്ളവരെ മാത്രമേ പൂജയ്ക്കായിട്ട് പങ്കെടുപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെ പഠിപ്പിച്ചവരെ, അച്ഛനും അമ്മയും, നമ്മൾ ആദരിക്കേണ്ടവരെ പൂജിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരത്തിനെതിരെ ഇവർ രംഗത്ത് വരുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അധ്യാപകരെ ആക്രമിക്കുക, ഘെരാവോ ചെയ്യുക, പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ആഹ്വാനം ചെയ്യുക, പ്രിൻസിപ്പളിന് ശവമഞ്ചമൊരുക്കുക തുടങ്ങിയ മാതൃകയാണോ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഗുരു എന്ന പദത്തിൻ്റെ അർത്ഥം, അധ്യാപകൻ എന്ന പദത്തിൻ്റെ അർത്ഥം, ഗുരുജൻ എന്ന പദത്തിൻ്റെ അർത്ഥം, ഗുരുപൂജയുടെ താല്പര്യം മനസ്സിലാക്കാതെയുള്ള വാക്ചലങ്ങളുടെ, സാമാന്യ ചലങ്ങളുടെ ഘോഷയാത്രകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പിന്നെ മറ്റൊരു തെറ്റുകൂടിയുണ്ട്. ഈ RSS എന്നുള്ള സംഘടനയ്ക്ക് അവരുടെ തന്നെ പുസ്തകങ്ങളിൽ പറയുന്നത് വ്യക്തികളെ ആരെയുമല്ല അവർ ഗുരുക്കന്മാരായിട്ട് കാണുന്നു എന്നുള്ളതാണ്. സംഘടനയുടെ ഗുരു എന്ന രീതിയിൽ അവർ കാവിക്കൊടിയെ, ഭഗവത് ധ്വജത്തെയാണ് ഗുരുവായിട്ട് കാണുന്നത്. അവിടെയാണ് ഗുരുപൂജയും ഗുരുദക്ഷിണയും ചെയ്യുന്നത്. ഇനി അങ്ങനെ തെറ്റിദ്ധരിച്ചാണോ ഇവർ ഗുരുപൂജ, ഗുരുദക്ഷിണ എന്നുള്ള വാക്കുകൾ എതിർക്കുന്ന മനസ്സിലാവുന്നില്ല RSSനോടുള്ള വിരോധം കൊണ്ട്. അപ്പോൾ ഇതാണ് വാസ്തവം. തെറ്റിദ്ധാരണകൾ മാറിയെന്ന് വിചാരിക്കുന്നു.